ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ്തി. ഇന്ന് ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാളയൊക്കെ വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിലേക്കായിട്ട് 3 സവാള എടുത്തിട്ടുണ്ട്. സവാളയുടെ തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ നമുക്ക് സവാളയെ നമ്മൾ മുട്ടക്കറിയൊക്കെ വെക്കുന്ന അതേ രീതിയിൽ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. സവാളയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉരുളക്കിഴങ്ങുകളാണ് കേട്ടോ. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ നമുക്ക് 1 ഉരുളക്കിഴങ്ങ് മതിയാവും. അപ്പോൾ ഗ്രേവിയൊക്കെ ഇത്തിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിനെ കഴുകി നമുക്കൊരു കുക്കറിലിട്ട് മുഴുവനോടെ ഇട്ട്, അതായത് നമ്മൾ തോലൊന്നും മാറ്റാതെ ഇങ്ങനെ ഇട്ടങ്ങ് നമുക്ക് വേവിച്ചെടുക്കാം. 1 പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്തതാണ്. പച്ചമുളകും കൂടെ എടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് വരുന്നതിലേക്കായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് നേരം നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അടച്ചു വെച്ച് കൊടുക്കാം. രണ്ട് ഉരുളക്കിഴങ്ങും വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്.
തോലെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഉരുളക്കിഴങ്ങിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട പൊട്ടിച്ച് നമുക്ക് ഇവിടേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇളക്കൊന്നും വേണ്ട, അടപ്പ് വെച്ചങ്ങ് അടച്ചു കൊടുക്കാം. അതവിടെ ഇരുന്ന് അങ്ങനെ വേവട്ടെ. നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞെടുത്ത മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനങ്ങ് അടച്ച് മാറ്റി വയ്ക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് മൈദ മാവ് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് പാലും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. അടിച്ചെടുത്തത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതായിരിക്കണം മാവിൻ്റെ പരുവം. നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം. പാൻ എടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ അവിടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിന് ഇളക്കി ഇട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ബബിൾസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കാൻ. മതി, നമുക്കിതിന് എടുക്കാം. ഇതുപോലെ തന്നെ അടുത്തതും ഒഴിച്ചു കൊടുക്കാം.
നമ്മൾ ചുട്ട് വെച്ചിരുന്ന ദോശയാണ്. അതിനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്തെടുത്ത ഗ്രേവി ഇതിൻ്റെ നടുക്ക് കുറച്ചങ്ങ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇങ്ങനെയും കൂടെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ. ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ഓരോ ദോശയും ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്കിതിനൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. ആഹാ, നല്ല കളറല്ലേ കാണാൻ. ഇതുപോലെ തിരിച്ച് നമുക്ക് മറു സൈഡ് നല്ലതുപോലെ മൂത്തതിന് ശേഷം മാറ്റിയെടുക്കാം. നല്ലോണം മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും നല്ല ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.